എമ്പുരാൻ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി അതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇത് രണ്ടും മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷേ കണ്ടന്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ സിനിമ ആവറേജ് മാത്രമാണ്. ഇത് പറയാനുള്ള കാരണം വലിയൊരു ഹൈപ്പാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. വീണ്ടും പറയുകയാണ്, മേക്കിംഗ് ക്വാളിറ്റി എക്സ്ട്രാ ഓർഡിനറി ആണ്, തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയാണ്. പക്ഷേ കോണ്ടന്റ് ബേസ് നോക്കുകയാണെങ്കിൽ ആവറേജ്, എനിക്ക് ബിലോ ആവറേജ് വരെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ സിനിമയിൽ ലാലേട്ടനെ അവതരിപ്പിക്കുന്നത് തന്നെ ഏതാണ്ട് 45 മിനിറ്റിന് ശേഷമാണ്. ആ ഒരു സീന് എക്സ്ട്രീം സീൻ തന്നെയാണ്, അതായത് രോമാഞ്ചം തരുന്ന സീൻ തന്നെയാണ്. BGM ഞാൻ വിചാരിച്ച ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സീൻ അടിപൊളിയായിരുന്നു. പക്ഷെ ആ സിനിമയിൽ ഏറ്റവും ഹൈ സീൻ അത് തന്നെയാണ്. പിന്നീട് ഖുറൈഷി എബ്രഹാമിനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു പീക്ക് ലെവലിലേക്കുള്ള ഒരു സ്ക്രീൻ പ്രസൻസ്, അതല്ലെങ്കിൽ പുൾ ചെയ്യുന്ന സ്ക്രീൻ പ്ലേ കൊണ്ടുവരാൻ ഖുറൈഷി ഇബ്രാഹിമിന്റെ ആ ക്യാരക്ടറിന് പറ്റിയിട്ടില്ല. ഇൻട്രോയിൽ തന്നെ മാക്സിമം കാണിച്ചു. പിന്നീടുള്ള സീനുകളൊക്കെ നമുക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതിന് മുകളിലേക്ക് നിന്നിട്ടുള്ള സീന് സ്റ്റീഫനെ പ്രസന്റ് ചെയ്യുന്ന സമയത്താണ് അത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ഈ സിനിമയിൽ കൂടുതൽ സമയം സ്റ്റീഫൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് സിനിമ തല്ലിപ്പൊളിയാണെന്നല്ല, മേക്കിംഗ് ക്വാളിറ്റി സ്റ്റിൽ 100% അടിപൊളിയാണ്. പക്ഷേ കോണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖുറൈഷി ഇബ്രാഹിമിന്റെ സീനുകളൊക്കെ ഇവൻ ലാലേട്ടനെ കൊണ്ട് ആ ഒരു റോള് ക്യാരി ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ പറ്റിയിട്ടുണ്ട്. കാരണം അതിന്റെ എഴുത്തിന്റെ പ്രശ്നമാണ്. ചില സീനുകളിലൊക്കെ മ്യൂസിക്കും നമുക്ക് വല്ലാണ്ട് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സിനിമ ഈ കോണ്ടന്റ് ബേസിന്റെ വിഷയം കൊണ്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. കാരണം ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മലയാള സിനിമയിൽ ഈ രീതിയിൽ മേക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ അമിത പ്രതീക്ഷ വെക്കാത്ത ഒരു ആവറേജ് സിനിമ എന്നുള്ള മെന്റാലിറ്റി പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം ഇതിനിടയ്ക്ക് ഒരു തമിഴ് സിനിമ വലിയൊരു ഹൈപ്പിൽ വന്ന് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ ഞാൻ തല്ലിപ്പൊളി സിനിമയാണെന്ന് കരുതി ആ സിനിമയുടെ സംവിധായകനെ പ്രതീക്ഷിച്ചു ഒരു വട്ടം കാണാൻ പോയി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ സിനിമയുടെ ഹൈപ്പ് കുറക്കുക, കോണ്ടന്റ് കുറവാണെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക. തിയേറ്റർ എക്സ്പീരിയൻസും അതുപോലെ മേക്കിംഗ് ക്വാളിറ്റിയും മാത്രം എക്സ്പെക്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ വലിയ രീതിയിൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതെന്റെ ഒപ്പീനിയൻ ആണ്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക.